ഹലോ, വെൽക്കം ടു പുതിയ വീഡിയോ. അപ്പൊ ഞാനിപ്പോ ഉള്ളത് ചെന്നൈയിലാണ്. ഞാൻ ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെന്നൈ വരെ ഒന്ന് വന്നതാണ്. അപ്പോ ഇതാണ് ഞാൻ വന്ന ബസ്, നമ്മുടെ KSRTC ഗരുഡ. നമ്മൾ ഇന്നലെ 9:30 കയറിയതാണ് രാത്രി. പക്ഷെ എത്താൻ ഭയങ്കര ലേറ്റ് ആയി. ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് 2 മണിക്കൂർ ലേറ്റ് ആണ്. അപ്പൊ പിന്നെ ഇവിടുന്ന് ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പൊ അവനെയും കണ്ടുപിടിച്ചിട്ട് നേരെ ഓഫീസ് ലൊക്കേഷനിലേക്ക് പോകണം. അവിടെ റൂം എടുത്തിട്ടുണ്ട്. ഇനി ഫ്രഷ് ആയിട്ട് വേണം ഓഫീസിലേക്ക് ഒന്ന് പോവാൻ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ അതായിരിക്കും. ഞാനിപ്പോ ഉള്ളത് കീളമ്പക്കം പറഞ്ഞിട്ടുള്ള ബസ് സ്റ്റാൻഡിലാണ്. ഇത് പുതിയ ബസ് സ്റ്റാൻഡ് തോന്നുന്നു. നല്ല അടിപൊളി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല നീറ്റാണ്. ഒരുപാട് ബസ്സുകൾ നിർത്താനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ATM ഉണ്ട്, ഫുഡ് കോർട്ട് ഉണ്ട്. എന്തായാലും അടിപൊളി സെറ്റപ്പ്. അപ്പൊ ഞാൻ അവിടെ വന്ന് കൂട്ടുകാരനെ കണ്ടുപിടിച്ചു. അപ്പൊ അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പോകാനുള്ള ബസ് ഇതാ കണ്ടിട്ടുണ്ട്. ചോലിങ്ങനല്ലൂരിലേക്കുള്ള ബസ്സാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് കയറട്ടെ. തിരക്ക് കുറവാണ്. ഇപ്പൊ തന്നെ കയറിയിരുന്ന സീറ്റ് കിട്ടും. ഇതാണ് നമ്മുടെ ബസ്. അപ്പൊ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം പോകുന്നത് ചോലിങ്ങനല്ലൂർ എന്ന് പറഞ്ഞുള്ള സ്ഥലത്തേക്കാണ്. അവിടെ നിന്ന് പിന്നെ നമ്മള് ഓട്ടോ എടുത്തിട്ട് നാവല്ലൂർ പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. എയർ ഓട്ടോ എന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് കയറാൻ പോകും. ഇവിടെയാണ് റൂം എടുത്തിരിക്കുന്നത്. പരിപ്പളകി വയ്യാണ്ടായി. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ഉള്ളവരൊന്നും കാണാനില്ല. ബ്രോ എങ്കേ ஹாய் துளசி ப்ரோ. ஹாய் ஹாய் ப்ரோ, எப்படி இருக்கீங்க? நல்லா இருக்கு. റൂമത്തി കുളിയും കഴിഞ്ഞ് ഓഫീസിലേക്ക് ഇറങ്ങി. എന്താണ് ഔട്ട്ഫിറ്റ്? അവര് മുന്നേ പോകുന്നുണ്ട്. വീട്ടിൽ തന്നെ ഇരുന്നിട്ടേ ഈ ക്രൗഡൊക്കെ കാണുമ്പോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. നമ്മുടെ അവിടെ അത്ര ഒച്ചയും വിളിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഇവിടെ ഫുള്ള് ചാണകവും വെയിറ്റും തിരക്കും കാര്യങ്ങളാണ്. ഇതാണ് നമ്മളെ ബിരിയാണി സ്പോട്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് അടിക്കാന്നാണ് പ്ലാന്. അപ്പൊ എന്തായാലും ഓഫീസ് പോട്ടെ. ഓഫീസിലെത്തി. ആദ്യൊരു പ്യാല് വിത്തൗട്ട് ഷുഗർ. ഞങ്ങൾ ഓഫീസിൽ പുറത്തേക്ക് ഇറങ്ങി. ഓഫീസിൽ നമുക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ക്യാമറ ഇതൊക്കെ ഉള്ളതുകൊണ്ടേ. വർക്ക് അത്യാവശ്യം സൈഡാക്കി. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നേരത്തെ ഒരു ബിരിയാണി കട കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇന്ന് നമ്മള് ബിരിയാണി ആക്കാന്ന് വിചാരിച്ചു. അവിടുത്തെ അടിപൊളി ബിരിയാണി ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്. അപ്പോ നമ്മളിത് എല്ലാരും ഉണ്ട്. അപ്പൊ ഇന്നത്തെ മെയിൻ അജണ്ട ബിരിയാണിയാണ്. തമിഴ്നാട് വന്നിട്ട് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി. നമ്മളങ്ങനെ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ക്ലിയർ ആണോന്ന് എനിക്കറിയില്ല, കാരണം മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ടേ. ഇതാണ് നമ്മളെ ഫുഡ്. ആംബൂർ റോയൽ ബിരിയാണി. ഇന്നൊരു പിടി അടിച്ച് മിന്നും. ഇവിടെ വൃത്തിയൊന്നും നോക്കണ്ട, വൃത്തിയൊക്കെ കണക്കാണ്. ബിരിയാണി തീർന്നു, ചെമ്പ് തീർന്നുണ്ട്. കുഴപ്പമില്ല, അടുത്ത ചെമ്പ് കൊണ്ടുവരും. ഒരു ചെമ്പ് കഴിഞ്ഞപ്പോ അടുത്ത ചെമ്പ് വന്നിട്ടുണ്ട്. നല്ല പുതിയ സാധനം നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കൊടുക്കുന്നതാണ്. നമ്മളൊരു പെപ്പർ ചിക്കനും പറഞ്ഞിട്ടുണ്ട്. എന്താ അവിടെ ചേട്ടനെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ മണം തന്നെ വേറെ ലെവലാണ്. ഇത് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാന്നുള്ളത് എനിക്കറിയില്ല. അടിപൊളി സീന്. വായില് വെള്ളം വന്നിരിക്കുകയാണ്. നല്ല ആവി പറന്ന ബിരിയാണി ചൂട്ടോട്ടെ. അപ്പൊ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. 1 kg ബിരിയാണി പറഞ്ഞിരിക്കുന്നത്. നല്ല ചൂടാറുന്ന. പിന്നെ അതിൻ്റെ കൂടെ നമ്മള് പെപ്പർ ചിക്കനും പറഞ്ഞിട്ടുണ്ട്.
ഒരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ നമുക്ക് ഈ വഴുതനങ്ങന്റെ ഈ ചാറ് കിട്ടും, ഭയങ്കര ടേസ്റ്റ്. അതും വെച്ചു. ഒരു തൈരിന്റെയും കുറച്ചെടുത്തു. എന്നിട്ട് ഇങ്ങനെ എടുക്കുക. അടുത്ത നമ്മള് പെപ്പർ ചിക്കൻ കുറച്ചെടുക്കുക. ഇവിടെ വയ്ക്കുക. റൈസ് ഇങ്ങനെ എടുക്കുക. കുറച്ച് തൈര്. ഇതൊരു പിടി. ആഹാ, ഒരു kg അതിസാഹസികമായി തീർന്നു. ഞങ്ങൾ വീണ്ടും 1 kg കൂടെ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഇന്ന് രണ്ടും കൽപ്പിച്ചാണ്. எப்படி இருக்கு ப்ரோ? சூப்பரா இருக்கு, சூப்பரா இருக்கு. நாங்க இன்னொரு kg கூட சொல்லி இருக்கு, അത് വന്നിട്ട് പാക്കലാം. സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നല്ല പുതിയ റൈസ്, തൈര്, പെപ്പർ ചിക്കൻ, ഇതാ കായ്ച്ചാറ്, ചിക്കൻ, സെയിം പ്രോസസ്. ഹായ്. അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി പൊട്ടിയ വയറും നിറഞ്ഞ മനസ്സുമായിട്ട് വീണ്ടും തിരിച്ച് ഓഫീസിലേക്ക് പോയിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ, വർക്ക് ചെയ്യാൻ. വെയിൽ കുറവാണ്. അപ്പുറത്തുള്ളവരൊക്കെ നോക്കുന്നുണ്ട്, ഏതാ ഈ പൊട്ടൻ. നമ്മളൊരാളെയും മൈൻഡ് ചെയ്യില്ല. അതാണ് നമ്മുടെ കഴിവ്. ഞങ്ങളൊരു പെപ്സി വാങ്ങാൻ വേണ്ടി പോവാണ് ഇനി. എത്രയും പെട്ടെന്ന് നമ്മളൊരു മൈക്ക് വാങ്ങുന്നതായിരിക്കും. സൗണ്ട് ക്വാളിറ്റി വളരെ മോശമാണ്, ഭയങ്കര ഒച്ചപ്പാടാണല്ലോ ഇവിടെ. ഞാൻ പറയുന്നൊന്നും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല. മൈക്ക് ഉടനെ റെഡിയാക്കുന്നതായിരിക്കും. ആരേലും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നാവും. ഇല്ലെങ്കിൽ ഞാൻ തന്നെ സ്പോൺസർ ചെയ്യും. ഞാൻ ആലോചിക്കുന്ന അതല്ല, ഈ വിനീത് ശ്രീനിവാസന്റെ പടത്തിലുള്ള ചെന്നൈ അല്ല കേട്ടോ ഇത് വൻ സീൻ. ഇവിടെ ഫുള്ള് ഒച്ചപ്പാടും പശുവും ചാണകവും പൊടിയും വണ്ടി തിരക്കും. വിനീത് ഏട്ടാ, നിങ്ങളുടെ ചെന്നൈ എവിടെയാണെന്നുള്ളതൊന്ന് ലൊക്കേഷൻ ഇടുവോ? ഒന്ന് വന്ന് കാണാനാണ്. ഇതാ ചെന്നൈ അല്ല, ഇത് വേറെ ചെന്നൈ. ഇത് വട ചെന്നൈ. റൈറ്റാണ് വാങ്ങി പോകണം. ഇവിടെ ഫുള്ള് പശുക്കളാണ്. ഇവർക്കാണെങ്കിൽ ഒരു പേടിയില്ല. വണ്ടി വരുന്നുണ്ടോ എന്നുള്ളതൊന്നുമല്ല ഇവരുടെ ടെൻഷൻ. അപ്പോൾ ഇന്നൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റെഫാനി ബ്രോന്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് ഇന്ന്. അതേപോലെ നാളെ എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ട്. സ്റ്റെഫാനി ബ്രോ, അതെ അതെ അതെ, ഇതാണ് നമ്മളെ കേക്ക് അറേഞ്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അത് വെട്ടിക്കോ. അപ്പോൾ അവിടുത്തെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഓഫീസിലേക്ക് കയറുകയാണ്. തുളസി ബ്രോ കേക്ക് കട്ടിങ്, കേക്കിന് താങ്ക്സ്. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി കുളിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്. അപ്പോൾ ആകെ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അമ്പലമൊക്കെ ക്ലോസ് ചെയ്തു. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങി. കാരണം ബാക്കി ഫുള്ള് ഒച്ചയും വിളിയും കാര്യങ്ങളുമാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കുളിച്ചപ്പോഴേ ഇവിടെ ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് മുടി സീനാവാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ആകെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നായ്ക്കളാണ്. ഞാൻ ചിലപ്പോൾ ഇപ്പോൾ സ്കൂട്ടാവും, കാരണം നായ്ക്കൾ ഡേഞ്ചറാണ്. വെറുതെ എന്തിനാ തമിഴ്നാട് വന്ന് കടി വാങ്ങുന്നത്? നമ്മളെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ തെരുവ് നായ്ക്കളുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മുടി ഈ ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് ഒരു 4-5 ദിവസം അങ്ങനെ കുളിച്ച് കഴിഞ്ഞാൽ ഉള്ള മുടി അങ്ങ് പോയി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളെ അമ്പലം. അമ്പലം ഓൾറെഡി ക്ലോസ് ചെയ്തു, പക്ഷേ നല്ലൊരു വൈബ് അമ്പലമാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ രാത്രിയത്തെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഇത് എന്താ, ഇത് നർമ്മദ സ്പെഷ്യൽ ബോൺലെസ് ആണ് ഈ ഇരിക്കുന്നത്. പിന്നെ ഇതാ ചില്ലി ഉണ്ട്, പിന്നെ ഇതാ നല്ല അടിപൊളി ബിരിയാണി ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ ഇന്നലെ അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് കിടന്നുറങ്ങി പറയാൻ പറ്റില്ല, കാരണം കറണ്ട് ഉണ്ടായിരുന്നില്ല. ഒടുക്കത്തെ കൊതുവും, 4ാം നില പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര കൊതുകൊക്കെ
പാറി കളിക്കുന്നു. ഇപ്പൊ നേരം വെളുത്തിട്ടുണ്ട് എന്തായാലും. ഇവിടെ ഇന്നലെ ചെറുതായിട്ട് മഴ ചാറിയപ്പോ തന്നെ ഫുള്ള് അളി പിളിയായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ റൂമിന്റെ പുറത്തുനിന്നുള്ള വ്യൂ. ഇവിടെയൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ട് റോട്ടിൽ കൂടെ. ഞാൻ ജസ്റ്റ് ചായ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയി നോക്കി. ഫുള്ള് ചളി പിളിയാണ്, ഫുള്ള് വേസ്റ്റും. നായ്ക്കള് വന്നിട്ട് പുറത്ത് കിട്ടുകയാണ്. ഇനി ഇതാണ് ഇന്നലെ നമ്മൾ പോയ അമ്പലം. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ബായ്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.